ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടന്ന ഹൃദയസ്പർശിയായ ഒരു കഥ പറയാം. മഹാഭാരത യുദ്ധം തുടങ്ങാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അർജുനന്റെ രഥം കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ മധ്യത്തിലായിരുന്നു. ആയുധങ്ങളുടെ മുഴക്കവും സൈന്യങ്ങളുടെ ആവേശവും കൊണ്ട് പ്രദേശമാകെ വിറകൊള്ളുകയായിരുന്നു. ആ സമയത്താണ് അർജുനനൊരു കാഴ്ച കാണുന്നത്. തറയിൽ വീണ് കിടക്കുന്ന ഒരു ചെറിയ പക്ഷിക്കൂട്. അതിലൊരു അമ്മക്കുരുവിയും കുറേ കുഞ്ഞിക്കുരുവികളും ഉണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയാൽ ആനകളും കുതിരകളും രഥങ്ങളും ഒക്കെ കൂടി ഈ കൂടിനെ ചവിട്ടി മെതിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ യാതൊരു വഴിയുമില്ലാതെ അമ്മക്കുരുവി ഭഗവാൻ ശ്രീകൃഷ്ണനോട് മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു. സർവചരാചരങ്ങളുടെയും സംരക്ഷകനായ ആ ഭഗവാൻ ആ സങ്കടം കേട്ടു. അർജുനൻ നോക്കി നിൽക്കെ തന്നെ ഭഗവാൻ ഒരമ്പെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ആനയുടെ കഴുത്തിലുണ്ടായിരുന്ന ഭാരമേറിയ ഒരു മണി അരിഞ്ഞു വീഴ്ത്തി. കൃത്യം ആ മണി ചെന്ന് വീണത് ആ പക്ഷിക്കൂടിന് മുകളിലായിരുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയ മണി മണ്ണിലിങ്ങനെ കവിഴ്ന്ന് കിടക്കുന്നതായിട്ട് തോന്നി. ഒരു കവചം പോലെ ആ പക്ഷിക്കൂടിനെ ആ മണി സംരക്ഷിച്ചു. ഒടുവിൽ 18 ദിവസം നീണ്ടുനിന്ന മഹാഭാരത യുദ്ധം അവസാനിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയായിരുന്നല്ലോ. ആ സമയത്ത് അർജുനനോട് ഭഗവാൻ പറഞ്ഞു ആ മണി മാറ്റാൻ. അത്ഭുതമെന്ന് പറയട്ടെ, അർജുനൻ ആ മണി മാറ്റുന്ന സമയത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ അമ്മക്കുരുവിയും ആ കുഞ്ഞിക്കുരുവികളും വളരെ സുരക്ഷിതരായി ആ മണിയുടെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തിൽ എത്ര വലിയ നാശനഷ്ടം ഉണ്ടായാലും ഈശ്വരനിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാളെ ആ ഭഗവാൻ ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്ന് രക്ഷിക്കുക തന്നെ ചെയ്യും. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.